ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിയതാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഈ ഒരു റെസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ ഈ PW റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ കാസർഗോഡ്, കണ്ണൂര്, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ താമസിക്കാറുള്ളത് ഈ PW റെസ്റ്റ് ഹൗസിലാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല സൗകര്യങ്ങളോടും കൂടിയ നല്ല റൂംസുകൾ കിട്ടുന്ന സ്ഥലമാണ് PW റെസ്റ്റ് ഹൗസ്. ഇവിടെ തന്നെ ഡബിൾ റൂമുകൾ, നോൺ AC ഉണ്ട്, AC ഉണ്ട്. അപ്പോൾ നമുക്ക് റൂം ഒന്ന് കാണാം. ഇന്ന് ഞങ്ങൾ താമസിച്ച റൂമാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയാണ്. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കിടക്ക വേണമെങ്കിൽ ഒന്ന് അകത്തിയിട്ടിട്ട് കിടക്കാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് കിടക്കണമെങ്കിൽ കിടക്കാം. അതുപോലെ നമുക്ക് ചെറിയൊരു മേശ ഉണ്ടാവും. ഇത് നമ്മുടെ ടോയ്ലറ്റ് ആണ്, നല്ല ടോയ്ലറ്റ് ആണ്. യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ വാഷ് ബേസിനൊക്കെ ഉള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ. ക്യാൻറ്റീൻ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ചൊക്കെ ഇവിടുന്ന് കഴിക്കാൻ പറ്റും. സപ്പർ മാത്രം ഇവിടെ ഇല്ല, അത് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്കിത് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈനിൽ കയറിയിട്ട് PW റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗ് ഇതാ കാണുന്ന സാധനത്തിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈറ്റിലേക്ക് എത്തും. ഈ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അത് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഗവൺമെന്റ് ഒഫീഷ്യലോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കോ, അപ്പൊ ഞാൻ ജനറൽ പബ്ലിക്കാണ് എടുക്കാറ്. വിസിറ്റ് നോക്കാൻ നേരത്ത് ജനറൽ സിറ്റിസൺ, പ്രൈവറ്റ് ടൂർ ആണ് കൊടുക്കാറ്. ഡിസ്ട്രിക്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഡിസ്ട്രിക്ട് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും അവർക്ക് ക്വാർട്ടേഴ്സുകളുണ്ട്. പിന്നെ എവിടെയാണ് റെസ്റ്റ് ഹൗസ് വേണ്ടതെന്നുള്ളത് അതും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റൂം ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ഡബിൾ റൂം AC ഉണ്ട്, ഡബിൾ റൂം നോൺ AC ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഇൻ ഡേറ്റും ചെക്ക് ഔട്ട് ഡേറ്റും കൊടുക്കാം. അതുപോലെ തന്നെ അഡൽട്ട് എത്രയാണെന്നുള്ളതും കൊടുക്കാം. ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പച്ച കാണുന്നതൊക്കെ ബുക്ക് ചെയ്യാൻ കിടക്കുന്നതാണ്, അല്ലാത്തതാണ് പച്ച വൈറ്റ് ആയിട്ട് കിടക്കുന്നതൊക്കെ ബുക്ക് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഫോൺ നമ്പറൊക്കെ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലൊരു സംഭവമാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. ഞാൻ ഇനി ബുക്ക് ചെയ്യാൻ നേരത്തെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ഞാൻ കാണിക്കാം. ഓക്കെ, താങ്ക് യു.